ഞാനിപ്പോൾ നിൽക്കുന്നത് UAE ഷാർജയിൽ ഉള്ള ദെയ്ദ് എന്ന് പറയുന്ന സ്ഥലത്താണ്. ഇവിടെ വെച്ച് യാദൃശ്ചികമായിട്ട് ഒരു ചേട്ടനെ പരിചയപ്പെട്ടു. ചേട്ടനെ തന്നെ നമ്മളോട് സംസാരിക്കുന്നതായിരിക്കും. എന്താണ് ചേട്ടൻ ചെയ്യുന്നത്, ചേട്ടൻ്റെ പേര്, കേരളത്തിൽ എവിടെയാണ് വീട്, ഡീറ്റെയിൽ ഒന്ന് പറയാം. എൻ്റെ പേര് റോണി. ഞാൻ ഇവിടെ ഫുജറയിൽ ഒരു സ്റ്റീൽ ഫാബ്രിക്കേഷൻ കമ്പനി നടത്തുകയാണ്. ഭാര്യയും 2 കുട്ടികളുമുണ്ട്. ഞങ്ങളെല്ലാം ഇവിടെ തന്നെയാണ്. അപ്പം ഈ കമ്പനിയുടെ തിരക്കുകൾക്കിടയിൽ ഒരു മനസ്സിന് നാട്ടിൽ ഒരു കുടിയേറ്റ കർഷകരായിരുന്നു. ഞങ്ങളുടെ നാട് കോഴിക്കോട് തിരുവമ്പാടി എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അതൊരു കുടിയേറ്റ കർഷകരുടെ നാടാണ്. അപ്പോൾ ആ കൃഷിയോടുള്ള ഒരു അമിതമായ ആഗ്രഹം കാരണം ഇവിടെ വന്ന് ഞാൻ കുറച്ച് സ്ഥലം ഇവിടുന്ന് ഒരു അറബിയുടെ നിന്ന് ലീസിനെടുത്ത് ഞാനിവിടെ ഒരു ചെറിയ തോട്ടം നടത്തുകയാണ്. ഇത് നമ്മുടെ ഇതിലുണ്ടായ ബീട്രൂട്ടാണ്. കണ്ടല്ലേ, നല്ല ഓർഗാനിക്കായിട്ടും നല്ല വലിപ്പവും നല്ല ടൈപ്പ് ബീട്രൂട്ടാണ് കിട്ടിയിരിക്കുന്നത്. ഇത് ഞങ്ങളിങ്ങനെ ഫ്രീസ് ചെയ്ത് സൂക്ഷിച്ചു. ഞങ്ങളൊരു 5-6 മാസം ഇത് ഉപയോഗിക്കും, കളയത്തില്ല, സൂക്ഷിച്ചു. ഫ്രീസറിൽ വെക്കും. ഞങ്ങളൊരു എയർ വാക്വം ചെയ്ത് പാക്ക് ചെയ്ത് ഫ്രിഡ്ജിൽ വെക്കും. നാടൻ പച്ചമുളക് നമ്മൾ നാട്ടിൽ നിന്ന് തന്നെ കൊണ്ടുവന്നതാണ്. ഇതിന്റെ വിത്ത് ഇവിടെ കൊണ്ടുവന്ന് നട്ടതാണ്. ഇത് നല്ല നിങ്ങൾക്ക് കാണാം, നല്ല മണലാണ്. മണലിലാണ് ഇത് നട്ടിരിക്കുന്നത്. നമ്മൾ നാട്ടിലെ നാടൻ വളങ്ങൾ തന്നെ, നാട്ടിൽ നിന്ന് നമ്മളെ ട്രൈക്കോഡർമ, ചാണകപ്പൊടിയുണ്ട്, ചാണകപ്പൊടി, എല്ലുപൊടി, ഇതിലുള്ള നാടൻ സാധനങ്ങൾ മാത്രമേ ഉപയോഗിച്ചിട്ടുള്ളൂ. അല്ലാതെ ഒരു രാസവളങ്ങളും ഇതിനകത്ത് ഞാൻ ഉപയോഗിച്ചിട്ടില്ല. നാടൻ രീതിയിലുള്ള പച്ചക്കറിയാണ്. ഇതിന്റെ മണ്ണ് നമുക്ക് കുഴപ്പമില്ല. ഇല്ല, ഇവിടുത്തെ മണ്ണ് ഇതിന് അനുയോജ്യമാണ്. അപ്പോൾ നമ്മൾ ആ മണ്ണ് ജസ്റ്റ് വെള്ളം കൊടുക്കുന്നത് മാത്രമേ ഉള്ളൂ. അല്ലാതെ വേറെ നമ്മൾ ചെയ്യുന്നില്ല. ഓക്കെ, ഇത് നമ്മുടെ പയർ ഇഷ്ടംപോലെ പയറായിരുന്നു. നമ്മളിങ്ങനെ ആർക്ക് കൊടുക്കുമെന്ന് വിഷമിച്ചായിരുന്നു ഞങ്ങൾ പയർ കൊടുത്തോണ്ടിരുന്നത്. അതുപോലെ പയറായിരുന്നു. ഓക്കെ, മാർക്കറ്റിൽ ഉണ്ട്, പക്ഷെ മാർക്കറ്റിൽ നമ്മൾ കൊടുക്കാറില്ല. നമ്മളിങ്ങനെ അറിയുന്നവർക്കൊക്കെ കൊടുത്ത് ഇറക്കി വാരി കൊടുക്കും. നാടൻ വഴുതനങ്ങയാണ്. വഴുതനങ്ങയുടെ ഒക്കെ സീസൺ കഴിഞ്ഞു. ഇനിയിപ്പം ചൂടാകുമ്പോൾ ഇത് കുറയും. പിന്നെ ഇടക്കാലത്ത് വന്ന മഴയൊക്കെ ഇതിനെ കുറെ മോശമായിട്ട് ബാധിച്ചു. ഇത് നല്ല ക്യാബേജാണ്. ക്യാബേജൊക്കെ കഴിഞ്ഞ സീസൺ കഴിഞ്ഞു. ബാക്കിയെല്ലാം ഞങ്ങൾ പറിച്ചു. ഇതൊക്കെ ഉള്ളൂ ക്യാബേജ്. ഇതിന്റെയൊക്കെ ഇതിന്റെ വിത്തൊക്കെ നമുക്ക് ഇവിടെ കിട്ടും, അല്ലെങ്കിൽ നാട്ടിൽ നിന്ന് കൊണ്ടുവരും. സവോള ഇപ്പൊ ഇവിടെ സവോളയ്ക്കൊക്കെ ഭയങ്കര വിലയാണ്. നാട്ടിലെ ഒരു 170 രൂപ 200 ദിറമൊക്കെ ഉണ്ട് ഇപ്പോൾ 1 കിലോ സവോളയ്ക്ക്. ഇപ്പോൾ ഇവിടെ നാട്ടിൽ നിന്ന് വരുന്നില്ല, എന്തോ മഴയൊക്കെ പെയ്തുകൊണ്ട് മോദി സർക്കാർ നിരോധിച്ചുകൊണ്ട്. അപ്പൊ നമുക്ക് അതുകൊണ്ട് സവോളയ്ക്ക് ഇഷ്ടം പോലെ. അതുപോലെ ഇതിന്റെ ഇത് തോരൻ വെക്കാൻ നല്ലതാണ്. പൂവുണ്ട്. ഇവിടെ എല്ലാ തരം ഉള്ളികളും കൃഷിയുണ്ടല്ലേ? ഇത് വെളുത്തുള്ളി, നമ്മുടെ നാട്ടിലെ ഗാർലിക് വെളുത്തുള്ളി. ഇത് നമ്മുടെ നാട്ടിലെ ചെറിയുള്ളി, കുഞ്ഞുള്ളി എന്നൊക്കെ നമ്മൾ പറയുമല്ലോ, ചെറിയുള്ളി. ചെറിയുള്ളി, എല്ലാത്തരം ഉള്ളികളും നമ്മൾ കൃഷി ചെയ്യുന്നുണ്ട് ഇവിടെ. ചെറിയുള്ളി, വെളുത്തുള്ളി, സവോള എല്ലാം. ഇതൊക്കെ സീസൺ എപ്പോഴാണ് ഇവിടെ? നമ്മളൊരു സെപ്റ്റംബർ ലാസ്റ്റ് ഇത് നടാൻ തുടങ്ങും. പിന്നെ നമുക്ക് ഒരു മാർച്ച് വരെ കിട്ടും. ഒരു നവംബർ മിഡ് തൊട്ട് നമുക്ക് വിളവെടുപ്പ് കിട്ടും. ഒരു മാർച്ച് ലാസ്റ്റ് വരെ നമുക്ക് വിളവ് കിട്ടും. പിന്നെ ചൂടായിരിക്കും, ഭയങ്കര ചൂടായിരിക്കും. നമ്മൾ നിർത്തും. ഇത് നല്ല നാടൻ മുരിങ്ങയാണ്. നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന നട്ടാണ്. നമ്മൾ കണ്ടില്ലേ, ഇഷ്ടം പോലെ മുരിങ്ങയ്ക്കാണ്. നമ്മളെ ആൾക്കാർ ആര് വന്നാലും മുരിങ്ങയ്ക്ക പറിച്ചു കൊടുക്കും, ഇഷ്ടം പോലെ. നല്ല രസമായിട്ട്. എന്താ നമ്മളുടെ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന മുരിങ്ങ നിൽക്കുന്ന നിൽപ്പ് കണ്ട? നമ്മുടെ നാട്ടിൽ ഇതുപോലെ കായ്ക്കത്തില്ല, നിറച്ചുണ്ടായിട്ടുണ്ട്. നല്ല കാണാനും ഭംഗിയുണ്ട്, അതുപോലെ നല്ല ടേസ്റ്റി ആണെന്ന് തോന്നുന്നു. നല്ല സാധനമാണ്. ഇവിടെ നല്ല സൂപ്പറായിട്ട് നമ്മുടെ വേപ്പിന്റെ ഇല നിൽക്കുന്നുണ്ട. എത്ര എണ്ണം നിൽക്കുന്നത്? വരിയായിട്ട് വേപ്പിന്റെ ഇല ചെടികൾ നിൽക്കുന്നുണ്ട്. നല്ല സ്മെല്ലാണ്, നല്ല നാടൻ നല്ല സ്മെല്ലുള്ള വേപ്പിന്റെ ഇലയാണ്. ചേട്ടാ സൂപ്പറാണ് കേട്ടോ. ഇതൊക്കെ നല്ല രസമായിട്ട്. ഇതിന്റെയൊക്കെ മെയിൻ്റെനൻസ് എങ്ങനെയാണ്? നമ്മള് ജസ്റ്റ് ക്രോപ്പ് ചെയ്ത് കൊടുക്കും. പിന്നെ നാടൻ ചാണകവെള്ളവും അങ്ങനത്തെ ഒഴിച്ചു കൊടുക്കുന്നതാണ്. അല്ല വലിയ പരിപാടികളൊന്നും ഇല്ല. നല്ല മാതള നാരങ്ങ
നമ്മുടെ നാട്ടിലും ഉണ്ടാവില്ല ഇത് നന്നായിട്ട്. അതുണ്ടാവും. പക്ഷെ നല്ല രസമായിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ. ഇതൊക്കെ എത്ര വർഷം പഴക്കമുള്ള? ഒരു 3 വർഷമൊക്കെ പഴക്കമുള്ളൂ. എല്ലാ പ്രത്യേകമൊന്നുമില്ല. ഇത് ഇഷ്ടംപോലെ ഇതെല്ലാം കഴിഞ്ഞതാണ്. ഇഷ്ടം ഇത് നിറച്ച് കായായിരുന്നു. ചിലപ്പോൾ ഇവിടെ ആരും കഴിക്കാതെ വെറുതെ ശരിക്കും പോകാറുണ്ട്, ഉണങ്ങി പോകാറുണ്ട് ഇവിടെ. ഇതിന്റെ തൊണ്ട് ഉപയോഗിക്കില്ല? ഇല്ല ഇല്ല ഇല്ല, അത് പൊളിച്ച്. ഇതൊരു ഗ്രീൻ കളറാണല്ലോ, നമ്മുടെ അവിടെ ഒരു റെഡിഷ് കളറല്ലേ? ഇതിന്റെ ഉള്ളിലോട്ട് റെഡ് ആയിരിക്കും ഇത് വരുന്നത്. ഓക്കെ ഓക്കെ. നമ്മുടെ നാട്ടിൽ കണ്ടിരിക്കുന്നത് റെഡ് കളറാണ്, പക്ഷെ ഇതൊരു ഗ്രീൻ കളറാണ്. പക്ഷെ ഇതിന്റെ ഉള്ളിലുള്ളത് അല്പം റോസ് കളറുള്ള ഇതാണ് കാണുന്നത്. ഇതെല്ലാം ഇപ്പൊ കഴിഞ്ഞു, പഴുത്തു പോയി കേടായി. എത്ര കാലം നിൽക്കും ഈ സാധനം? ഇതൊക്കെ ഒരു 5-6 മാസം കിട്ടും നമുക്ക്. 4-5 മാസം നന്നായിട്ട് വിളവ് കിട്ടിയാൽ നമുക്ക്. ഇത് നമുക്ക് സെയിലുണ്ടോ? എങ്ങനെയാണ്? സെയിലൊന്നുമില്ല, നമ്മൾ അറിയുന്നവർക്കൊക്കെ കൊടുക്കും. പിന്നെ നമ്മൾ കുറച്ച് അരിഞ്ഞ് ഉണങ്ങിയൊക്കെ വെക്കും നമുക്ക്, പിന്നെ അല്ലാത്ത സമയത്ത് കഴിക്കാൻ. പിന്നെ ഞങ്ങൾ കുറെ പച്ചക്കറി ഫ്രീസ് ചെയ്ത് വെക്കുന്നുണ്ട്, ഈ ഓഫ് സീസണിൽ കഴിക്കാൻ. പച്ചക്കറി ഇല്ലാത്തപ്പം വിഷം അടിക്കാൻ നിങ്ങളുടെ വീട്ടാവശ്യത്തിനും നിങ്ങളുടെ അറിയുന്നവർക്കും ഫ്രണ്ട്സിനും പിന്നെ കമ്പനിയിലേക്കും വേണ്ട മാത്രമേ നമ്മൾ എടുക്കാറുള്ളൂ. ഇത് കോവക്കയാണ്. കോവക്ക നമ്മുടെ നാട്ടിൽ കോവക്ക എന്ന് പറയും. നല്ല ഇതാണ്, നമ്മുടെ നാട്ടിൽ തന്നെ സാധനമാണ്. നാട്ടിൽ തന്നെയാണ് ഇത്. അതും പിടിക്കൂല നാട്ടിൽ നല്ല ഇവിടെ ഒത്തിരി നന്നായിട്ട് വിളവ് കിട്ടും. ഇത് നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ടാകുന്ന നാടൻ പുല്ല് തന്നെ, നമ്മളെ പശുവിന് വേണ്ടി കൃഷി ചെയ്യുന്നത്. ഇത് നമ്മൾ അരിഞ്ഞ് പശുവിന് കൊടുക്കും ഈ പുല്ല്. ഇതിനാൽ കൂടുതൽ വളരുമല്ലോ അല്ലേ? ഇത്രയൊക്കെ വളരും. വളരുമ്പോൾ നമ്മളത് പശുവിന് അരിഞ്ഞു കൊടുക്കും. ഇതും ഇവിടെ നിന്നുള്ളതാണോ അത് നമ്മൾ കേരളത്തിൽ നിന്ന് വന്നിട്ടുള്ളതാണ്? ഈ വിത്ത് നമുക്ക് ഇവിടെ നിന്ന് കിട്ടുന്ന, നമ്മൾ ഇവിടെ നിന്ന് മേടിക്കുന്നത്. നമ്മുടെ യൂറോപ്പിൽ നിന്നൊക്കെ വരുന്ന വിത്തുകളാണ്. നമ്മുടെ അവിടുത്തെ നാട്ടിലെ പുല്ലിന് നമ്മൾ വ്യത്യാസമൊന്നുമില്ല. നാട്ടിൽ നിന്ന് വരുന്നില്ലായിരിക്കും, ഇവിടെയാണ് വിത്ത് കിട്ടുന്നത്. നാട്ടിലുള്ള കർഷകർക്ക് തന്നെ അവർ വിത്ത് കൊടുക്കുന്നില്ല. ബുദ്ധിമുട്ടാണല്ലോ. ഞാൻ നാട്ടിൽ അന്വേഷിച്ചു, കിട്ടാൻ ഭയങ്കര പാടാണ്. മിൽമയിലൊക്കെ ചെന്നപ്പോൾ അവരുടെ ആൾക്കാർക്കേ കൊടുക്കുള്ളൂ. ഇത് നമ്മുടെ നാട്ടിലെ പശുക്കൾ തന്നെയാണോ? ഇത് നാട്ടിലെ പശുക്കളല്ല, ഇവിടുത്തെ ലോക്കൽ നാടൻ പശുക്കളാണ്. നമ്മൾ അതിനെ കൂടുതൽ വളർത്തുക. ഇതാകുമ്പോൾ ഇതിന് പ്രത്യേകിച്ച് അസുഖമൊന്നുമില്ല. പിന്നെ നല്ല പാല്, മറ്റേ ജേഴ്സിയൊക്കെ ആകുമ്പോൾ പാല് വ്യത്യാസം വരുന്നുണ്ട്. ഇത് പശുവിന് ഒരു 6-7 ലിറ്ററൊക്കെ പാലൊക്കെ എടുക്കും. പാലും വീട്ടിൽ ആവശ്യമുള്ള കൂടുതലുള്ള ആർക്കെങ്കിലൊക്കെ കൊടുക്കും. പിന്നെ നമ്മൾ ഇവിടെ ഈ കെട്ടിയെടുത്ത് നിർത്തുന്നതാണ്, അഴിച്ചുവിടാൻ പറ്റുന്നത്? ഇല്ല, നമ്മൾ കെട്ടിയിട്ട് നമ്മളെ ഫാമിന്റെ പുറത്തോട്ടൊക്കെ പോയാൽ ഭയങ്കര പാടാണ്. അത് നമ്മൾ കെട്ടിയിട്ട് തന്നെയാണ് ഇതിനെ വളർത്തുന്നത്. പുറത്തേക്ക് കൊണ്ടുപോകാറില്ല. ഇവിടെ പൊതുവെ അങ്ങനെ തന്നെയാണ് എല്ലാവരും. നിങ്ങൾക്ക് എത്ര പശുക്കളുണ്ട് ഇവിടെ? ഞങ്ങൾക്ക് പശുക്കള് 4 പശുക്കള്. പിന്നെ ഇത് ഇവിടുത്തെ മുട്ടൻ മൂരി എന്ന് പറയുന്നത് വിത്തുകാളാണ്. ഇവിടെ തന്നെയാണ് പാടി വരുന്നത്. ഇത് നമ്മുടെ പശുവിന്റെ ചാണകമാണ്. നമ്മള് ചാണകം ഇതിൻ്റെ അകത്ത് കൊണ്ട് നിറയ്ക്കും. ഇപ്പൊ ഇത് ഇന്നത്തെ ചാണകങ്ങൾ നമ്മൾ കൊണ്ടിടുന്നത്. അല്ലാത്ത ചാണകം നമ്മൾ ഇതിനകത്ത് നിറച്ചിട്ട് ഇതിനകത്ത് നിറച്ച് നമ്മൾ വെള്ളം ഒഴിക്കും. വെള്ളം ഒഴിച്ചിട്ട് ഇത് മൂടി വെച്ച് കഴിയുമ്പോൾ ഇതിനകത്ത് ഗ്യാസൊക്കെ ഫോം ചെയ്ത് പോയി പിന്നെ ഈ വളത്തിൽ നമ്മളെ കളകളൊന്നും ഉണ്ടാകും. ഇത് പക്ക വളമായി മാറും. ഇതിനകത്ത് അല്ലെങ്കിൽ നമ്മൾ ചാണകം ഇട്ട് അതിനകത്ത് ഒത്തിരി കളകൾ വരത്തില്ല. ഇത് അത് വേറെ പ്രോസസ് ചെയ്യുന്നില്ല. നമ്മളിങ്ങനെ ഇവിടുത്തെ ചെയ്യുന്നു, നമ്മളങ്ങനെ ചെയ്യുന്നു. പക്ഷെ സക്സസ് ആണ് അത്. ഇത് ഇവിടുത്തെ ഒരു ആരോ പ്ലാന്റ് ആണ്. ഇവിടെ നമുക്ക് ബോറിൽ നിന്നാണ് വെള്ളം വരുന്നത്. ബോർവെൽ നമ്മുടെ നാട്ടിലെ കുഴക്കിണറിൽ നിന്നാണ് വെള്ളം വരുന്നത്. ഇതിൻ്റെ അകത്ത് കുറച്ച് ഉപ്പിന്റെ അംശമുണ്ട്. ഉപ്പിന്റെ അംശമുള്ള വെള്ളം ചെടികൾക്ക് ചെല്ലുമ്പോൾ അത്ര നല്ലതല്ല. അതുകൊണ്ട് നമ്മൾ ആരോ പ്ലാന്റിലൂടെ ചെന്ന് അതിനെ ശുദ്ധീകരിച്ചിട്ട് നമ്മൾ ഫ്രഷ് വാട്ടർ ആക്കിയിട്ടാണ് ചെടികൾക്കെല്ലാം നമ്മൾ വെള്ളം കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയാണ് ഇവിടെ നമ്മൾ പിന്നെ ചെടികൾക്ക് വെള്ളം കൊടുക്കുന്നത്. അവിടെ സ്വരം കേൾക്കുന്നുണ്ടല്ലോ. അവിടെ പക്ഷികളാണ് അതിന്റെ അതല്ല, കിളികള് കാണാമല്ലോ. കാണാം. ഇത് എന്റെ ഒരു പാരറ്റ്, ഒത്തിരി ടൈപ്പ് പാരറ്റ് ഉണ്ട്. അതിന്റെ ഒരു അവിയർ പോലെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നതാണ്. ഇതിന്റെ അകത്തൊരു 62 കൂട് ഞാൻ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിനകത്തൊരു 10, 20, 25 ടൈപ്പിൽ അതിന്റെ തന്നെ പല വെറൈറ്റികളായിട്ടുള്ള തത്തകളാണുള്ളത്. മൊത്തം തത്തകളാണുള്ളത്. അതിന്റെ അകത്ത് നമ്മുടെ സാധാ നാട്ടിലെ പോലത്തെ റിംഗ് നെക്കിന്റെ പല കളറുകള്, പിന്നെ ലോറികളുടെ പല ടൈപ്പ് 6-7 ടൈപ്പ് ലോറി തത്തകള്, പിന്നെ കൊണൂറിന്റെ പല ടൈപ്പുകള്, അങ്ങനെ പല ടൈപ്പ് തത്തകളുണ്ട് ഇതിനകത്ത്. തീറ്റ നമ്മള് പുറത്തുനിന്ന് മേടിച്ചു കൊടുക്കണം. തീറ്റ നമ്മൾ അതിനൊരു ഡയറ്റ് പ്ലാൻ ഉണ്ട് നമുക്ക് കറക്റ്റ്. അതനുസരിച്ച് അതിനുള്ള തീറ്റകളും അതിനനുസരിച്ചുള്ള വൈറ്റമിനും എല്ലാം കൊടുത്തിട്ടാണ്. ഇത് ശരിക്കും കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ബ്രീഡിങ്ങിന് വേണ്ടി നമ്മൾ ഉണ്ടാക്കി വെച്ചിരുന്ന സെറ്റപ്പാണ്. ഈ കൂട് എന്ന് പറയുന്നത് തത്തകൾക്ക് വന്ന് മുട്ടയിടാൻ വേണ്ടിയുള്ള കൂടാണ്. ഇത് കൂട്ടിൽ നിന്ന് ഉള്ളിൽ വന്ന് ഇതിനകത്ത് വന്ന് മുട്ടയിടും. ഈ കൂട്ടിലൊക്കെ ആണെങ്കിൽ കുഞ്ഞുങ്ങളൊക്കെ ഉണ്ട്. എന്റെ കുഞ്ഞുങ്ങളാണത്. അപ്പം നമ്മൾ ആ കുഞ്ഞുങ്ങളെ വിറ്റിട്ടാണ് നമ്മൾ ഫാമിന്റെ
എക്സ്പെൻസ് കണ്ടെത്തുന്നത് ശരിക്കും. അപ്പോൾ ഈ എന്താ പറയാ ഈ കുഞ്ഞുങ്ങളെ നമ്മള് ടേക്ക് കെയർ ചെയ്യുന്നതിന് സ്പെഷ്യൽ രീതി എങ്ങനെ ഉണ്ട്? ഫെദർ വരുന്ന സമയമാണ് തത്തക്കുഞ്ഞിനെ എടുത്ത് പിന്നെ നമ്മൾ ഇവിടെ കൊണ്ടുവന്ന് ഇതിന്റെ അകത്ത് വെച്ചിട്ടാണ് നമ്മൾ ഇതിനകത്തൊക്കെ തീറ്റ കൊടുക്കുന്നത്. ഇത് കുഞ്ഞുങ്ങളാണ്. ഇത് ഒരു ബ്ലാക്ക് കാപ്പ് ലോറിയുടെ കുട്ടിയാണ്, ഇത് റെയിൻബോ ലോറിയുടെ കുട്ടിയാണ്. 2 ടൈപ്പ് കുഞ്ഞുങ്ങളാണ് ഇതിന് എടുത്ത് പിന്നെ നമ്മൾ കയ്യില് നമ്മൾ തന്നെയാണ് ഹാൻഡ് ഫീഡാണ് കൊടുക്കുന്നത്. അല്ലെങ്കിൽ ഇതിന് ഇണങ്ങി കിട്ടത്തില്ല. വലുതായി പുറത്തിറങ്ങി ഇത് ഒരിക്കലും മനുഷ്യനായിട്ട് ഇണങ്ങത്തില്ല. ഇത് പിന്നെ നമ്മളെ കടിക്കാനും പിടിക്കാനൊക്കെ വരും. അതുകൊണ്ട് തന്നെ ഒരു ആകുമ്പോൾ എടുക്കും. ചില പക്ഷികൾ അല്ലെങ്കിൽ ചില മൃഗങ്ങൾ ഇപ്പോൾ നമ്മുടെ മൊയില് അതുപോലെ ലവ് ബേർഡ്സ് അങ്ങനെയുള്ള ഇതൊക്കെ അവരുണ്ടാകും കുഞ്ഞുങ്ങളെ കുറച്ച് കഴിയുമ്പോൾ കൊന്നു കളയുന്നുണ്ട്. ഒരു അറ്റാക്കിങ് നേച്ചറുണ്ട്. അങ്ങനെ ഇതിനുണ്ട്. ഇല്ല, അങ്ങനെ കുഴപ്പങ്ങളൊന്നും കാണാറില്ല അവിടെ. ഇവിടെ കുഴപ്പമൊന്നുമില്ല. ഇതിപ്പോ ഇവിടുത്തെ സീസണിൽ ഇപ്പം കുഞ്ഞുങ്ങളുണ്ടാകുന്ന സമയമാണ്. ഇപ്പൊ ഇതുങ്ങൾ മുട്ടയിട്ട് വിരിയും. ചൂടുകാലമായ പിന്നെ കുഞ്ഞുങ്ങളൊന്നും കാണത്തില്ല. ഈ സമയത്താണ് ഇവിടെ കുഞ്ഞുങ്ങളുണ്ടാകുന്നത്. പിന്നെ ഇങ്ങനെ നമ്മൾ ഇങ്ങനത്തെ ബേഡ്സുകളൊക്കെ നോക്കുന്നതിന് ലൈസൻസോ അങ്ങനെ ഇല്ല. ഇവിടെ ഈ രാജ്യത്ത് അങ്ങനത്തെ നിബന്ധനകളോ കുഴപ്പങ്ങളൊന്നുമില്ല. നമ്മുടെ നാട്ടിലെ പോലെ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ഇവിടെ നമുക്ക് വളർത്താം, കുഴപ്പമില്ല. ചേട്ടനിപ്പോ ഈ പക്ഷികളോടും മൃഗങ്ങളോടും നിങ്ങളുടെ ഒരു പാഷന്റെ അതിന്റെ പാഷന്റെ പുറത്ത് തുടങ്ങി ഇതിനെ കളക്ഷൻ കൂടി വന്നപ്പോൾ ഇങ്ങനെ ഒരു ഫാമായി മാറിയുള്ളൂ. ആദ്യം ഇതെല്ലാം വീട്ടിലായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പൊ വീട്ടിൽ നിന്നെല്ലാം കൂടെ ഇങ്ങോട്ട് കൊണ്ടുവന്നതാണ് ഇപ്പോൾ ഞങ്ങൾ സ്ഥലം എടുത്തത്. ഒരു കൊക്കട്ടോയിൽപ്പെട്ട ഗാല കൊക്കട്ടോ എന്നൊക്കെ പറയും. ഇതൊക്കെ ഓസ്ട്രേലിയയിലൊക്കെ ഒത്തിരിയുള്ള ഇതാണ്. വാലോ അത്ര നീട്ടുള്ളൂ. പക്ഷേ ഇത് കുറെ ഇതിന്റെ വാല് ഇതുങ്ങളെ കടിച്ചു കളയുന്നത്. ഇതാണ് എന്റെ ആദ്യത്തെ തത്ത. ഇതിന് 14-15 വയസ്സ് പ്രായമുണ്ട്. ഞാൻ ഗൾഫിൽ വന്നപ്പോൾ ആദ്യമായിട്ട് ഞാൻ വന്ന് മേടിച്ച തത്തയാണിത്. ഇതിൽ നിന്നാണ് എന്റെ തത്തയോടുള്ള ഇവിടുത്തെ ഭ്രമം തുടങ്ങിയത്. ഇതിന് പ്രായമായി ഇതിനൊത്തിരി. ഇത് നമ്മുടെ സാധാ ലവ് ബേർഡ്സുകളുടെ പല വെറൈറ്റികൾ. ഇതാണ് നമ്മളെ മുട്ട വിരിയിക്കുന്ന ഇൻക്യുബേറ്റർ. ഇതിപ്പോ ഒരു ട്രെയിലർ വെച്ചിട്ടുള്ളൂ. കോഴി, നാടൻ കോഴി, പിന്നെ നമ്മൾ അവിടെ കണ്ട പിസന് പോലുള്ള മയിൽ പോലെ ഇരിക്കുന്ന സാധനങ്ങളിലെ അതിന്റെ എല്ലാം മുട്ടയുണ്ട് ഇതിനകത്ത്. മയിലിന്റെ മുട്ട എല്ലാം നമ്മൾ ഇതിനകത്താണ് വിരിയിച്ചെടുക്കുന്നത്. കോഴി കുഞ്ഞുങ്ങളെ, താറാവ് കുഞ്ഞുങ്ങളെല്ലാം ഇതിനകത്ത് ഒരു 360 മുട്ട വരെ നമുക്കൊരു സമയത്ത് വിരിയിക്കാൻ പറ്റും. ഇത് നാടൻ കാടയാണ്. നമ്മുടെ നാട്ടിലെ കാടക്കോഴി എന്ന് പറയുന്ന സാധനമാണ് ഇത്. നമ്മള് നല്ല രീതിയിൽ ഇവിടുത്തെ കാടയാണ്. നമ്മുടെ നാട്ടിലെ കാടയ്ക്കൊക്കെ ഭയങ്കര പേടി. ഇതിനാണ് ഈ പേടിയൊന്നുമില്ല കേട്ടോ. നമ്മളെ കാണുമ്പോൾ അങ്ങനെ ഓടുമൊന്നുമില്ല. വളരെ ഫ്രണ്ട്ലി ആണ്. നല്ല കാടയാണത്. ഇഷ്ടംപോലെ മുട്ട കിട്ടും. ഇപ്പൊ ഇത് കുഞ്ഞുങ്ങൾ മുട്ടയിട്ട് തുടങ്ങിയുള്ളൂ. അല്ലെങ്കിൽ ഒരു ദിവസം തന്നെ നമുക്ക് ഇതിൻ്റെ അകത്തുനിന്ന് ഒരു 10-40 മുട്ടയൊക്കെ ദിവസവും നമുക്ക് കിട്ടുന്ന ഇതിൻ്റെ അകത്ത്. ഇത് നമ്മുടെ നാടനാടാണ്. നമ്മള് ജസ്റ്റ് വളർത്തുന്നു. കുഞ്ഞുങ്ങളെ കൊടുക്കും. അത് അതിന്റെ ആണാട്, പിന്നെ 2 പെണ്ണാട്, പിന്നെ അതിന്റെ കുഞ്ഞുങ്ങളാണത്. കുറെ ആടുകളുണ്ടായിരുന്നു, എല്ലാത്തിനെയും ഒഴിവാക്കിയത്. ഇപ്പം കുറച്ചായിട്ട് നിർത്തിയത്. ഇതാണ് നമ്മുടെ ഇവിടുത്തെ സഹായി. പുള്ളി പാകിസ്ഥാൻകാരനാണ്. പുള്ളിയാണ് ഇതെല്ലാം എല്ലാം നോക്കി നടത്തുന്നതും. പച്ചക്കറി ആണെങ്കിലും പശു, ആട്, കോഴി കറക്കുന്നതെല്ലാം ഈ പുള്ളിയാണ്. പുള്ളിയുടെ പേര് ഫസൽ എന്നാണ്. പാകിസ്ഥാനിൽ നിന്നാണ്. बढ़िया यार, ये तो बढ़िया आप देखभाल कर रहे हैं. अल्हम्दुलिल्लाह बहुत अच्छा से सबको देख रहे हैं. आप खुशी है इसमें? अल्हम्दुलिल्लाह बराबर सब अच्छा से खुश है. मैं दिल से करता है. मेरा मन भी भर गया है ये सब देखकर. हाँ, ये तो ग्रीन नजर आते हैं, सब दिल खुश होता है. जब कोई आदमी बाहर से आके देख के तो अच्छा से लगता है. अच्छा. हाँ. कितने साल से आप उधर काम कर रहे हैं? हमारा 5वां साल चल रहा है. अच्छा, बढ़िया है. हाँ, सही बराबर से चल रहे हैं. अल्हम्दुलिल्लाह कुछ झगड़ा वगड़ा लफड़ा नहीं हुआ अभी तक. हाँ, सही बराबर है. तो बढ़िया आपको मिला है. हम खुशी से मिल रहे हैं और देखभाल कर रहे हैं आप सब कुछ. हम भी खुशी हो गया. ഞാനിത് ഏറെക്കുറെ ഈ ഫാം തുടങ്ങിയിട്ട് ഇപ്പം ഒരു 5 വർഷം കഴിഞ്ഞു. നമുക്ക് ചെറുപ്പത്തിലെ കൃഷിയോടും പക്ഷികളോടൊക്കെ നമ്മൾ സ്കൂളിൽ പഠിക്കുന്ന കാലം തൊട്ട് നമ്മളെ പക്ഷികളെ തേടി പൊത്തുകളിലൂടെയും തത്തയെ പിടിക്കാനും നമ്മുടെ നാട്ടിലെ മാടത്തെയൊക്കെ പിടിക്കാൻ തുടങ്ങി. അങ്ങനെ ഇവിടെ വന്ന്
ഇങ്ങനെ ഒരു അവസരം കിട്ടിയപ്പോൾ ആദ്യം ഇത് വീട്ടിലാണ് ആദ്യം പക്ഷികളും പച്ചക്കറിയൊക്കെ ആയിട്ട് വീട്ടിൽ തന്നെയായിരുന്നു തുടങ്ങിയത്. അപ്പോൾ വീട്ടിൽ പിന്നെ അതിനൊരു സ്ഥലം കിട്ടാതെ നമുക്ക് പരിമിതി മൂലം നമ്മളിങ്ങനെ അന്വേഷിച്ചപ്പോഴാണ് നമുക്ക് വെള്ളവും ഇങ്ങനെയൊക്കെയുള്ളൊരു സ്ഥലം കിട്ടിയത്. ഇത് ഇവിടെ വരുമ്പോൾ വെറും തരിശ് ഭൂമിയായിരുന്നു, ഒന്നും ഇല്ലായിരുന്നു ഇതിൻ്റെ അകത്ത്. പിന്നെ നമ്മളാണ് ഇതെല്ലാം മരങ്ങളും ചെടികളും എല്ലാം വച്ച് പിടിപ്പിച്ച് ഇതിന് വേലിയൊക്കെ കെട്ടി നമ്മളൊരു 3-4 വർഷം കൊണ്ടാക്കി എടുത്തതാണ്. ഇതിൻ്റെ ഒരു ശരിക്കും ഒരു ഭംഗി വരണമെങ്കിൽ ഇനിയും ഒരു 2-3 വർഷം കൂടെ കഴിയും. അപ്പം പക്ഷികളെയൊക്കെ വളർത്താനുള്ള അധിക ആഗ്രഹം കൊണ്ട് ചെയ്തതാണ്. പശു, ആട്, പിന്നെ നമ്മളൊക്കെ കൃഷിക്കാരാണ്. ആ കൃഷിയോടുള്ള ഒരു ആഗ്രഹം, നല്ല സാധനങ്ങൾ കഴിക്കണം, അങ്ങനെയൊക്കെയുള്ള ഒരു ആഗ്രഹം കൊണ്ട് ഇത് ചെയ്തതാണ്. അപ്പോൾ കുടുംബവും ഇതിനോട് ഭയങ്കര സപ്പോർട്ടാണ്. അതുകൊണ്ടാണ് ഇത് ഇത്ര മനോഹരമായിട്ട് ഇത് കൊണ്ടുനടക്കാൻ പറ്റുന്നത്. നമ്മുടെ ബിസിനസ്സിന്റെ ഇടയ്ക്ക് നമുക്ക് വൈകുന്നേരങ്ങളിലൊക്കെ ഇവിടെ വരാൻ പറ്റുള്ളൂ. ബാക്കി സമയത്ത് ഇവിടെയുള്ളവർ ഇതെല്ലാം വളരെ നന്നായിട്ട് നോക്കും. വീട്ടിലേക്കുള്ള പാലാണേലും മുട്ടയാണേലും ഇറച്ചിയാണേലും എല്ലാം ഇവിടെയാണ്. അപ്പം മീൻ വരെ ഞങ്ങൾ തുടങ്ങിയിട്ടുണ്ട് വളർത്താൻ. അപ്പോൾ എല്ലാം ഇവിടുന്ന് തന്നെയാണ് ഞങ്ങൾ കൊണ്ടുപോയി വളർത്തി ചെയ്യുന്നത്. ശരിക്കും പറഞ്ഞാൽ ഇത് നമ്മൾ തുടങ്ങിയത് തന്നെ നമുക്കൊരു മൈൻഡിനൊരു ഫ്രഷ്നെസ് കിട്ടാൻ വേണ്ടിയൊക്കെയാണ്. വെച്ചാൽ നമ്മുടെ ഇവിടുത്തെ ജീവിതത്തിൽ വളരെ തിരക്ക് പിടിച്ച ജീവിതം, നമ്മൾ കടയിൽ പോയി സാധനം മേടിക്കുന്നു. നമ്മളൊരു സൂപ്പർ മാർക്കറ്റിലൊക്കെ ചെന്നാൽ ശരിക്കും ചില സമയത്ത് നമുക്ക് ഫീൽ ചെയ്യാം. പച്ചക്കറിയുടെ സെക്ഷനിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ അവിടെ വരുന്ന രാസവളത്തിന്റെ വിഷത്തിന്റെ സ്മെല്ല് നമ്മുടെ മൂക്കിലേക്ക് വളരെ അധികം അടിച്ചു കയറാറുണ്ടായിരുന്നു. അങ്ങനെയൊക്കെ വന്നപ്പം വിഷരഹിതമായ പച്ചക്കറി കഴിക്കണം. പിന്നെ നമ്മുടെ പിള്ളേരെല്ലാം ശരിക്കും ഇവിടെയാണ് വളരുന്നത്. ഇവർക്ക് ഇവിടുത്തെ ജീവിതത്തിൽ ഇവർക്ക് ഇതിനെക്കുറിച്ച് ഒന്നും അറിയത്തില്ല. ഇപ്പൊ എന്റെ പിള്ളേരൊക്കെയാണ് ഇപ്പം ഏറെക്കുറെ പശു എന്നാ, പച്ചക്കറി എന്നാ, അതിന്റെ പേരെന്നാ, ഇതെല്ലാം അവർക്ക് നാടുമായിട്ടുള്ള പോലെ തന്നെ ഒരു ബന്ധത്തിൽ അവർക്ക് വളരാൻ പറ്റുന്നുണ്ട്. അതുപോലെ നമ്മുടെ ഫ്രണ്ട്സുകളുടെ മക്കളൊക്കെ ആണെങ്കിലും എല്ലാവരെയും ഇവിടെ വന്ന് നമ്മൾ കാണാനും അതൊക്കെ പഠിക്കാനും ഒക്കെ നമ്മൾ അവർക്ക് അവസരം കൊടുക്കുന്നുണ്ട്. അത് അങ്ങനെ പോകുമ്പോൾ ഞങ്ങളൊക്കെ കൃഷിക്കാരായിരുന്നു. പക്ഷെ അടുത്ത തലമുറകളായപ്പോൾ ഇപ്പം ഞങ്ങളുടെ നാട്ടിലെ ആൾക്കാരില്ല, എല്ലാവരും യൂറോപ്പിലേക്കും പല ദേശങ്ങളിലേക്കും കുടിയേറി കൃഷി എന്നാന്ന് പോലും നമ്മളുടെ പൂർവ്വപിതാക്കന്മാർ ചെയ്ത എന്താണെന്ന് പോലും അറിയാതെയാണ് അവരൊക്കെ ഇപ്പം വളരുന്നത്. അപ്പോൾ അതിൽ നിന്നൊക്കെ ഒരു മാറ്റമായി അങ്ങനെ എല്ലാവർക്കും ഒരു നല്ല രീതിയിൽ ചെയ്യാനും, അതുപോലെ നമ്മൾ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ സ്വന്തമായി ഇപ്പം ഫ്ളാറ്റിൽ താമസിക്കുന്നവർക്ക് പോലും ഇവിടുത്തെ കാലത്തിനനുസരിച്ച് നമുക്ക് അത്യാവശ്യം പച്ചക്കറിയൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. പച്ചക്കറി ഉണ്ടാക്കുമ്പോൾ നമുക്ക് മറ്റുള്ളവരെ ആകർഷിക്കാതെ നമുക്ക് വേണ്ട നല്ല പച്ചക്കറികൾ നമുക്ക് ഉണ്ടാക്കി നമുക്കിവിടെ ചെയ്ത് നമുക്ക് നല്ല ഭക്ഷണം കഴിക്കാൻ പറ്റും. തന്നെയാണ് ഏറ്റവും നല്ല കാര്യം.